ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാഷാസാം വീലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതൊരു കോഴിക്കോടൻ കഥയാണ്. കൽബിൽ തേനൊഴുകണ കോഴിക്കോട് ഇവിടെ ആരംഭിക്കുന്നു. ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. അതിനു മുമ്പ് ഈ പോസ്റ്റർ കണ്ടോ? ഈ പോസ്റ്ററിലെ സിനിമ ഏതാണ്, കഥ എന്താണ് എന്നൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ചിത്രത്തിലുടനീളമുള്ള ഈ ലൊക്കേഷൻ തേടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. രാമനാട്ടുകര പൂളാടിക്കുന്ന് എയർപോർട്ട് ബൈപ്പാസിലൂടെയാണ് ഞാനും അച്ഛനും അമ്മയും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേങ്ങേരി കഴിഞ്ഞ് അടുത്തുള്ള ജംഗ്ഷനാണ് മാളിക്കടവ്. അവിടെ നിന്നും കുണ്ടൂപ്പറമ്പ് റോഡിലേക്ക് തിരിയുക. കുണ്ടൂപ്പറമ്പ് അങ്ങാടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ അങ്ങാടി കഴിഞ്ഞ് നേരെ പോയി 3 വളവ് തിരിഞ്ഞാൽ നമ്മുടെ സ്ഥലമെത്തി. ഇനി നിങ്ങൾ ടൗണിൽ നിന്നാണ് വരുന്നതെങ്കിൽ പുതിയങ്ങാടി നിന്നും വലത്തോട്ടുള്ള റോഡിൽ കൂടി നേരെ വന്നാലും ഇവിടെ എത്തും. അതുമല്ലെങ്കിൽ എരഞ്ഞിപ്പാലത്ത് നിന്നും കാരപ്പറമ്പ് കഴിഞ്ഞ് നേരെ മുന്നോട്ട് വന്നാലും മതി. ഇപ്പം നിങ്ങൾ ഈ ജംഗ്ഷൻ്റെ വലതുഭാഗത്ത് കാണുന്നതാണ് കനോലി കനാൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി സാഹിബ് 1848 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ ഒരു വിശാല ജലഗതാഗത മാർഗം എന്ന ഉദ്ദേശത്തോടെ പുഴകളെയും ജലാശയങ്ങളെയും കനാലുകൾ നിർമ്മിച്ച് കൂട്ടിയിണക്കി. ഇങ്ങനെ ഉണ്ടാക്കിയ തീരദേശ ജലഗതാഗത മാർഗത്തെ കനോലി കനാൽ എന്ന് വിളിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ ഈ കനാൽ വടക്ക് കോരപ്പുഴയെയും തെക്ക് കല്ലായിപ്പുഴയെയും ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ദേ നമ്മൾ എത്തിയിട്ടോ. ഇവിടെയാണ് നമ്മുടെ സിനിമ എടുത്ത സ്ഥലം. ടോവിനോ ചേട്ടൻ്റെ ഈ പടം കാണാത്തവർ വളരെ വിരളമായിരിക്കും. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ടോവിനോ തോമസ് പട്ടാളക്കാരൻ്റെ വേഷത്തിലെത്തുന്ന എടക്കാട് ബറ്റാലിയൻ 06 ഒരു പട്ടാളക്കാരൻ്റെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്ന ചിത്രം. രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ മഞ്ഞും മഴയും ഗവനിക്കാതെ അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാർക്കുള്ള ആദരവാണ്. ഒരു പട്ടാളക്കാരൻ്റെ ജീവിതം പറയുന്ന സിനിമ. സിനിമയിൽ ലഹരിക്കടിമപ്പെട്ട യുവാക്കൾ അത് ഉപയോഗിക്കാനായി തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഈ കമാനം. ടോവിനോയുമായി സംഘർഷം നടക്കുന്നതും ഇവിടെ നിന്നാണ്. ടോവിനോ മരണപ്പെട്ടതിന് ശേഷം യുവാക്കൾ ലഹരി ഒഴിവാക്കുന്നു. പിന്നീട് ആ യുവാക്കൾ ഈ പാലത്തിനിടുന്ന പേരാണ് എടക്കാട് ബറ്റാലിയൻ. അപ്പോൾ കിടിലൻ സ്ഥലം അല്ലേ?
വന്നാലും ചൂണ്ടയും വലയുമായി മീൻ പിടിക്കാൻ ഒരുപാട് പേർ ഇവിടെ ഉണ്ടാകും. കനോലി കനാലിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിച്ച് നല്ലപോലെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ ഒരു ദിവസം വന്നോളി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പൂവില്ലാതെ മീൻ ഉപയോഗിച്ച് പൂക്കളം ഇടുന്നത് കണ്ടിട്ടുണ്ടോ? അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരെ തൽക്കാലം വിടാം.